Hi all, this is Amelda. Welcome to Soho Books Malayalam tutorial. ഈ സെഷനിൽ നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആണ് നോക്കുന്നത്. അക്കൗണ്ടന്റ് മോഡ്യൂളിൻ്റെ അണ്ടറിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് സോഹോ ബുക്സ് ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ഓഫ് ലെഡ്ജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അസെറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി, ഇൻകം, എക്സ്പെൻസ് ഇത്രയും ഹെഡ്സിൻ്റെ അണ്ടറിൽ സോഹോ ബുക്സ് നമുക്ക് ടാക്സിൻ്റെ, അതേപോലെ തന്നെ എക്സ്പെൻസിൽ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അസെറ്റ്സിൽ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, ക്യാഷ്, ദെൻ പെറ്റി ക്യാഷ്, ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ലെഡ്ജേഴ്സ് നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ ഒരു ലെഡ്ജർ നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ന്യൂ അക്കൗണ്ട് കൊടുത്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് വൺ അക്കൗണ്ട് ടൈപ്പാണ്. സോഹോ ബുക്സിൽ നമുക്ക് ഇത്രയും അക്കൗണ്ട് ടൈപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഒരു ആഡ് ചെയ്യാൻ നമുക്ക് എക്സ്ട്രാ നമുക്കൊരു അക്കൗണ്ട് ടൈപ്പ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് കറൻ്റ്ലി ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഒരു അക്കൗണ്ട് ചൂസ് ചെയ്യണം. അസെറ്റ്സിലാണെങ്കിൽ നമുക്ക് അതർ അസെറ്റ്സ്, കറണ്ട് അസെറ്റ്സ്, ക്യാഷ്, ബാങ്ക്, ഫിക്സഡ് അസെറ്റ്, ഇൻവെൻട്രി, പേയ്മെൻറ്റ് ക്ലിയറിംഗ് ഒക്കെ ഉണ്ട്. ദെൻ ലയബിലിറ്റിയിലാണെങ്കിലും അതിനെ നമുക്ക് ലോങ് ടൈം, ഷോർട്ട് ടൈം ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. ഇൻകം എന്ന് പറയുമ്പോൾ ഇൻകം ഉണ്ട്, അതർ ഇൻകം ഉണ്ട്. ഇൻകം നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് ഇൻകം റെക്കോർഡ് ചെയ്യാനായിട്ടാണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഡെയിലി വരുന്ന ഓപ്പറേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം. അതർ ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അങ്ങനത്തെ ഇൻകം റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ എക്സ്പെൻസിൽ തന്നെ 3 ഡിവിഷനുണ്ട്. എക്സ്പെൻസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതർ എക്സ്പെൻസ്. ഇതിൽ എക്സ്പെൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. നമ്മുടെ സാലറീസ്, റെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പെൻസിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നമ്മൾ ഒരു സാധനം വിൽക്കുന്നതിന് ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പർച്ചേസ്, ഫ്രൈറ്റ് ഇൻവേർട്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതർ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാനാണ് അതർ എക്സ്പെൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെൻസിൻ്റെ അണ്ടറിൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്ന് കൊടുക്കുക. ഇതിന് നമുക്ക് സബ് അക്കൗണ്ട്, ഇതിന് ഏതെങ്കിലും ഒരു പാരൻ്റ് അക്കൗണ്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു പാരൻ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് എന്നുള്ള പാരൻ്റ് അക്കൗണ്ട് കൊടുക്കുന്നു. അക്കൗണ്ട് കോഡ്, നമുക്ക് ഏതെങ്കിലും ഒരു അക്കൗണ്ട് കോഡ് ഇതിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് കോഡ് കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ, ഇതെന്താണ് ഇതിൻ്റെ ഒരു ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, ഇതെന്താണ് നമ്മുടെ അക്കൗണ്ട് കൊണ്ട് മീൻ ചെയ്യുന്നതെന്ന്. ദെൻ ആഡ് ടു ദ വാച്ച് ലിസ്റ്റ് ഓൺ മൈ ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മളിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഈ അക്കൗണ്ട് ആഡ് ആവും. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് നമുക്കവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു പുതിയ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്.